രാവിലെ തന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കാരണം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ വീഡിയോ ആക്കി കൊണ്ട് ചുരുക്കുവാണ്. അതിന് പോകാൻ എന്തെങ്കിലും ലഞ്ചാക്കി കേട്ടോ. കടലയാണ് ആക്കി കൊടുത്തിരിക്കുന്നത്. അതിന് ഈ കടുക് ഉള്ളി ഒന്നും ആക്കാൻ പാടില്ലേ. പക്ഷേ ഇന്ന് അതൊക്കെ ഇട്ടിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഇനി വൈകുന്നേരം എന്താവും എനിക്കറിയില്ല. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ സ്കൂൾ പോകുന്ന ടൈം പ്രത്യേകിച്ച് മഴ തന്നെയായിരുന്നു. അതും ഇതാ ബോക്സൊക്കെ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ആ ദിവസം അങ്ങനെ ഇറങ്ങിയ പാടെ ഒന്നുകൂടി മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിരുന്നേ. അത് സ്കൂളിൽ പോയാൽ ഭയങ്കര ടാസ്ക് കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ വൈകുന്നേരത്തിനുള്ളിൽ ഒന്ന് തീർക്കുക എന്നുള്ളത്. ചില നേരത്ത് മടി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇന്ന് നമ്മുടെ ശ്രീകുട്ടിന് ഒരു ചെറിയ പനിയുള്ളതുകൊണ്ട് ആൾ എണീറ്റിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഏട്ട പോകുന്നതിന് മുമ്പ് എണീറ്റിട്ട് ഞാനും പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. അങ്ങനെ അവനെ ഒരുവിധം എഴുന്നേൽപ്പിച്ച് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റാൻഡിൽ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചേട്ടോ. ഇതൊന്നും അടുക്കി പെറുക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് ചെയ്യാൻ ഇങ്ങനെ കരുതി. പിന്നെ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല കേട്ടോ. അതുപോലെ ബാക്കിയുള്ള പണികളൊക്കെ ഒരുങ്ങിയ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് റെഡി നിൽക്കുന്നുണ്ട്. കണ്ണാട്ടിന് കാത്തിരിക്കും കേട്ടോ. നമുക്ക് പറളി പോകണം, കോങ്ങാട് പോകണം, അദൂസിനെ വിളിക്കണം, പിന്നെ വില്ലേജ് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അദൂസിന് ചെറിയൊരു പനിയുള്ളതുകൊണ്ടാണ് ആൾ സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. അതുപോലെ ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയതും ആൾ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടോ. അങ്ങനെ കണ്ണാട്ടം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ്. നമ്മുടെ രജിസ്റ്റർ ഓഫീസിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റേഷൻ കഴിഞ്ഞതിൻ്റെ ആധാരം വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്നു. ആൾ ആധാരമൊക്കെ കിട്ടിയ സന്തോഷം കണ്ടോ. അയ്യോ കണ്ണാട്ടം പിന്നെ അങ്ങോട്ട് ചിരി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം ഫുൾ ആളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ വലിയ ആഗ്രഹങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടായിരുന്നു കേട്ടോ പാർലയിൽ നിന്ന് കോങ്ങാട് വരെ പോയിട്ടുണ്ടായിരുന്നത്. സമയം ഏകദേശം 4 മണി ആവാറായപ്പോൾ നമ്മൾ വേഗം അദൂസിനെ കൂട്ടിയിട്ടാട്ടോ കോങ്ങാട്ടേക്ക് പോയത്. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിയതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അവിടെ ആനുവൽ ഡേൻ്റെ പ്രാക്ടീസാണ് തോന്നുന്നുണ്ട്. അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര നോക്കിയിട്ടും അദൂനെയാണെങ്കിൽ അതിനിടയ്ക്കൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ സ്കൂൾ വിട്ട ശേഷം അതിനോട് നീ ഡാൻസിന് ഉണ്ടായിരുന്നില്ലേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഡാൻസ് തുടങ്ങിയപ്പോൾ എനിക്ക് വയറ് വേദനിച്ചു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുന്നു എന്നാട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചിന് അപ്പോൾ ഇതൊക്കെ ഡാൻസൊക്കെ അറിയേണ്ട ആനുവൽ ഡേക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് അറിയാതിരുന്നാലും പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചു വെച്ചു എന്നാട്ടോ അവൾ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഓവർ കോൺഫിഡൻസേ. അതുപോലെ ഇപ്പോഴത്തെ മക്കളെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുമായാലും പെട്ടെന്ന് പഠിക്കുന്ന കാര്യമായാലും ഒക്കെ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കും. അതുപോലെ ഇതുപോലെ ഡാൻസോ പാട്ടോ ഒക്കെ അവൻ പെട്ടെന്ന് അത് മനപ്പാടാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോങ്ങാട് കൃഷ്ണ സ്റ്റോർക്ക് കണ്ണാട്ട് ഇറങ്ങിയിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ശ്രീകുട്ടനെ കണ്ണാട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കോങ്ങാട് എനിക്കൊരു കൊറിയറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കളക്ട് ചെയ്തിട്ട് ഞാനൊരു ജീൻസ് അടിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. ഞാൻ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് എല്ലാ പാൻറ്റും എനിക്ക് ഇറക്കം കൂടുതലാണേ. അപ്പോൾ എല്ലാം വെട്ടിയെടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി കോങ്ങാടുള്ള ഈ CVC ആ ഒരു ഷോപ്പിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് അവർ പോയിക്കാം. അങ്ങനെ വീട്ടിലെത്തി ബാക്ക് ടു കിച്ചൺ. നമ്മൾ രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പം ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് അതിൻ്റെ പണികളൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.